ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കോളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദിനേശ് ഉൽപ്പന്നങ്ങളുടെ വിഷു വിപണന മേള നടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂരിൽ നിന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലൂടെയുള്ള നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ കേരള ദിനേശ് ഫാമിലി ഷോപ്പുണ്ട്. അതിൻ്റെ തൊട്ടരികിലായിട്ട് ഇപ്പോൾ നമ്മുടെ ദിനേശിൻ്റെ വിഷു വിപണന മേള നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അറിയാമല്ലോ, വിഷുവിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കാത്തിരിക്കുകയാണ്. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ സമ്മാനങ്ങളും വിലക്കുറവും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇമേജിലേക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം ആൾക്കാർക്ക് നമ്മുടെ വിഷുവിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരുപാട് ദിനേശിന് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. വസ്ത്രങ്ങളായിട്ടും ഭക്ഷണ സാധനങ്ങൾക്കായിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. മാഡം പർച്ചേസ് കഴിഞ്ഞോ? കഴിഞ്ഞു. എത്ര പ്രൊഡക്റ്റ് വാങ്ങി? മൊത്തം കുറച്ചേ വാങ്ങിച്ചുള്ളൂ. ഓക്കെ. പേരെങ്ങനെ മാഡത്തിൻ്റെ? ശ്രീജ. എവിടെ താമസിക്കുന്നത്? എവിടെയാണ്? പുതിയ തെരു എവിടെ? പുതിയ തെരു നമ്മൾ ഒരുപാട് ഏരിയ ഉണ്ട്. പനങ്കാവിലേക്ക് പോകുന്നുണ്ട്. അല്ല അറിയാം. എന്നാൽ പുതിയ എവിടെയായിട്ട് ഒരു സ്ഥലം മണ്ഡപത്തിനടുത്താണ്. ശരി. ഓക്കെ. സാറിൻ്റെ പേര്? പ്രേമയുടെ ജോലി എന്താണ്? ഇപ്പൊന്നുമില്ല. ആദ്യം എന്തായിരുന്നു ജോലി? ബാങ്കിലായിരുന്നു. മാഡം ജോലി ഒന്നും ചെയ്യുന്നുണ്ട് ഇപ്പോൾ? ഇല്ല. അപ്പം പർച്ചേസിങ് കഴിഞ്ഞു. ശരി. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാൽ ഓൺ സ്പോട്ട് സമ്മാനമാണ്. അതായത് നമ്മൾ വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിഷു കോടി എന്ന് പറയുന്നത്. ഒരുപാട് വസ്ത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് വിഷുവിൻ്റെ കണിവെക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ വിഷു കൈനീട്ടം, ഇതൊക്കെ വിഷുവായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ ചോദ്യം, ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഏതാണ്? പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ആലോചിക്കാൻ കഴിയില്ല. ഓക്കെ. ഇവിടെ ചേട്ടൻ പർച്ചേസ് കഴിഞ്ഞാ? കഴിഞ്ഞു. സാറിൻ്റെ പേരെങ്ങനെയാണ്? ബാലകൃഷ്ണൻ്റെ വീട് എവിടെ? വെങ്ങര ബാലകൃഷ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വെങ്ങര ടൗണിൽ തന്നെയാണ്. അതെ, വെങ്ങര ജംഗ്ഷനിലേക്ക് ഷോപ്പുണ്ട്. എന്തിൻ്റെ ഷോപ്പാ? ഒരു മിനി സൂപ്പർ മാർക്കറ്റ്. മിനി സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വലിപ്പം കാണും? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഒരു 1000. എത്ര സ്റ്റാഫ് ഉണ്ട് അവിടെ ജോലി ചെയ്യുന്നത്? ഞാനും വൈഫും വേറെ. നിങ്ങൾ വൈഫും? ഓക്കെ. എത്ര വർഷം തുടങ്ങിയിട്ട് അവിടെ? തുടങ്ങിയിട്ട് ആദ്യം ഒരു സാധാരണ ഷോപ്പ് തുടങ്ങിയതാണ്. പിന്നെ ഇങ്ങനെ ഇതായിട്ട് ഒരു 9 വർഷമായി. പിന്നെ വിഷുവിൻ്റെ കച്ചവടമൊക്കെ തുടങ്ങിയോ? കുഴപ്പമില്ല, പോകുന്നുണ്ട്. അപ്പോൾ ദിനേശിൻ്റെ എന്ത് ഉൽപ്പന്നം ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്? പ്രഥമൻ കിറ്റ്. അപ്പം വിഷുവിന് എല്ലാ വീട്ടിലും ദിനേശിൻ്റെ പ്രഥമൻ കിറ്റ് കൊണ്ട് അടിപൊളി പ്രഥമൻ വെക്കുക. ഈ കിറ്റോടെ നമ്മൾ അധികം പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല. നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഇച്ചിരി വെള്ളം ഒഴിക്കുക. വെള്ളത്തിൽ നിന്ന് കച്ചറ ഉണ്ടെങ്കിൽ അത് അലിയിച്ച് കളയുക, ചേർക്കുക. തേങ്ങാപ്പാലുണ്ട്, അതിൽ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ സാധാരണ ഒരു പ്രഥമം വെക്കണമെങ്കിൽ തേങ്ങ ചിരവി അത് പിഴിഞ്ഞ് എന്തൊക്കെ പണിയാണ്. ദിനേശിൻ്റെ ആകുമ്പോൾ ഒന്നും വേണ്ട, ഇട്ടിളക്കിയ സമയം പായസം റെഡിയാണ്. അതുകൊണ്ട് പിന്നെ ദിനേശിൻ്റെ തന്നെ നമ്മുടെ സാധാരണ പ്രഥമൻ ഉപയോഗിക്കുന്ന പായസം മറ്റേ പാലുണ്ടല്ലോ, ദിനേശ് പാൽ, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വിഷു കൈനീട്ടം, വിഷു കോടി, വിഷു കണി. ഇത് മൂന്നാണ് നമ്മുടെ വിഷുവായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലാണ് നമ്മളെ വസ്ത്രം. ചിലയാൾ മുണ്ട് കൊടുക്കും, ചിലയാൾ ഷർട്ട് എടുക്കും, അങ്ങനെ പല രീതിയിൽ സംഭവം എടുക്കും. എൻ്റെ ചോദ്യമാണ്, ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഏതാണ്? അപ്പം എന്തായാലും വിശ്വാസംസ. ഓക്കെ. യെസ്. അവിടെ ഒരു ഫാമിലി ഉണ്ടേ. നമസ്കാരം. കുറച്ച് അങ്ങോട്ട് വെക്കാം, വെയിൽ മുഖത്തോട്ട്. ഇവിടെ നിന്ന് ചേട്ടൻ്റെ പേര്? പ്രദീപയുടെ സ്ഥലം എവിടെയാ? കൂത്തുപറമ്പ്. കായലോട് ടൗണിൽ തന്നെ. ഈ കായലോട് 2 ഏരിയ ഇല്ലേ നമ്മുടെ റോട്ടിൽ? ഈ താഴെ കായലോടും മേലെ കായലോടും. ഈ താഴെ കായലോടും എത്ര കിലോമീറ്റർ ഉണ്ട്? മേലെ കായലോടൊക്കെ ചെറിയ ഒരു സ്റ്റോപ്പിന്റെ വ്യത്യാസം. പേര് അത് ശരിക്കും പണ്ട് ഈ ഹൈറ്റിന്റെ പേരിലാണ് താഴെ മുകളിലും പറയുന്നത്. ജോലി ചെയ്യുന്നത് ഇപ്പം ഓഫീസ് വർക്ക് ചെയ്യണം. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മുടെ വിഷു വിപണിയുടെ കാര്യം? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? വളരെ ആയിട്ട് വരുന്നല്ലേ, കുറച്ച് സ്ഥലമായിട്ട് വരുന്നല്ലേ. ഇപ്പോൾ നാളെയും കൂടി ആകുമ്പോഴത്തേക്ക് തിരക്ക് കൂടും. പിന്നെ ജനങ്ങളിപ്പം നമുക്ക് പണ്ട് ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് ഒക്കെ പറഞ്ഞാൽ വർഷത്തിൽ ഒരുക്കി വരുമ്പം ആ ദിവസം മാത്രമേ ആഘോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവർക്കും എപ്പോഴും ആഘോഷമാണ്. പക്ഷേ അത് അങ്ങനെ പറയാൻ പറ്റുക.
ആഘോഷം എന്ന് ആഘോഷം തന്നെയാണ്. വിഷു ആയാലും ഓണായാലും അതിന് പ്രത്യേകത. ഇന്ന് നമുക്ക് ആ ഒരു പഴയൊരു കൺസെപ്റ്റ് നിന്ന് മാറി, എന്നാലും വിഷു വന്നു കഴിഞ്ഞാൽ ഓണം അല്ലെങ്കിൽ പെരുന്നാളായി കഴിഞ്ഞാൽ അതൊരു ആഘോഷം തന്നെയാണ്. പക്ഷെ പണ്ടത്തെ പോലെ നമ്മൾ ഈ ഒരു ഇല്ലായ്മയിൽ നിന്നും ആ ഒരു ആഘോഷത്തിലേക്ക് വരുമ്പോൾ സംഭവം അതാ ഞാൻ പറഞ്ഞ അതിൻ്റെ നിർവചനം മാറി. പക്ഷെ എന്നാലും നമുക്ക് വിഷു ഓണവും ഇത് പെരുന്നാൾ അങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം ആഘോഷം തന്നെയാണ്. ഓക്കെ, ഏതാഘോഷമായാലും അതിൻ്റെ കൂടെ നമ്മുടെ ദിനേശുണ്ട്. ദിനേശിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ അയച്ചാലും വസ്ത്ര സംഭവം കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ദിനേശിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട്. വരിക വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ്, ഒരു ശരീരഭാഗം പേരിലുള്ള വസ്ത്രം ഏതാണ്? ശരീരഭാഗത്തിൻ്റെ പേര് ശരീരഭാഗത്തിൻ്റെ പേരിലുള്ള വസ്ത്രം ഇല്ല, അറിയില്ല. ഓക്കെ, യെസ്. ഹലോ സാർ, നമസ്കാരം, ഗുഡ് ഈവനിങ്. നമുക്ക് വാ കുറച്ചും കൂടി വരാം. ഓക്കെ ഓക്കെ. സാറിൻ്റെ പേര്? റോയ്. എന്ത് റോയ് ആണ്? റോയ് ജോസഫ്. അപ്പോൾ ഷോർട്ടായിട്ട് എന്താ വിളിക്കുന്നത്? റോയ് എന്ന് മാത്രം വിളിക്കുന്നത്. സ്വന്തം സ്ഥലം എവിടെയാണ്? ഞാൻ ആലക്കോട് പിന്നെ കരുവഞ്ചാല് ഉദയഗിരി. അപ്പോൾ ഉദയഗിരി നമ്മൾ പിന്നെ ആലക്കോട് നിന്ന് ഏത് റൂട്ടാണ് പോകുക? നമ്മൾ ആലക്കോട് നേരെ ഉദയഗിരിക്ക് തന്നെ, പിന്നെ നമ്മുടെ പഴയ കൂർഗ് ബോർഡർ റോഡില്ലേ, ആ റോഡിലെത്തുമ്പോൾ കാർത്തൂരത്ത് 1 കിലോമീറ്റർ ഉള്ളിലേക്ക്. അവിടെ ഇപ്പം നല്ല തണുപ്പാണോ? തണുപ്പല്ല, നല്ല മഴയുണ്ട്. ഈ ശരിക്കും ഈ കോട വരുന്നത് മഴയില്ലാത്ത സമയത്താണോ മഴയുള്ള സമയത്താണോ? 2 സമയത്തും വരും. കോട മഴ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കോട ഇറങ്ങും. നല്ല തണുപ്പ് സംഭവം അല്ല, നമ്മുടെ ഉദയയിലല്ല, അതെ, ഉദയഗിരി നമ്മുടെ ഒരു താഴ്ന്ന പ്രദേശമാണ്. അതിൻ്റെ മലയോര പ്രദേശങ്ങളെല്ലാം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ. ജോലി എന്താ? മീൻ കൃഷി തന്നെയാണോ? അല്ല, ഞാനിവിടെ സർവേറായിട്ട് ജോലി ചെയ്തു. എത്ര വർഷമായിട്ട് ഇവിടെ? ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ 2017, 8 വർഷമായി. അതിന് മുന്നേ? അതിന് മുമ്പ് കാസർഗോഡ്, വയനാട് അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പം ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരം വീട്ടിൽ പോയിട്ട് വരില്ലേ? ഇപ്പം പോയിട്ട് വരാം. അപ്പം ഉദയഗിരി ഇവിടെ എത്തണമെങ്കിൽ എത്ര ടൈം എടുക്കും? ടൈമിംഗ് 2.5 മണിക്കൂർ എടുക്കും. 2.5 മണിക്കൂർ ബസ്സിനാണെങ്കിൽ എടുക്കും. ബസ്സിനാണ് വരുന്നത്. ബസ്സിനാണ് മിക്കവാറും. ഇത് സുഖമായിട്ടും നല്ലതാണ്. ടെൻഷൻ ഇച്ചിരി റിലാക്സ് ആയിട്ട് നമുക്ക് വരാം. ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഒക്കെ. അതെ. അപ്പോൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തോ? ഇല്ല, ഞാൻ ഇവിടെ ഇങ്ങനെ വേണം നടക്കുമ്പോൾ എടുക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. വെച്ചാൽ നമ്മുടെ വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട 3 ഘടകം. ഒന്ന് വിഷുവിന് കൈനീട്ടം കൊടുക്കുക, പിന്നെ വിഷുവിന് കണി കാണുക, പിന്നെ വിഷുവിൻ്റെ വിഷു കോടി. ഈ 3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടികൾക്കൊക്കെ ആകുമ്പം ഡ്രസ്സിന് വസ്ത്രത്തോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഏതാണ്? ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഓക്കെ സാർ, താങ്ക് യു. കാണാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കണ്ണൂർ. ഗുഡ് ഈവനിങ് സഹോദരിമാരെ. വരുന്നേ ഉള്ളൂ? വേറെ എവിടെയും പോയിട്ട് വരികയാണോ? എങ്ങനെയാ? ഓക്കെ, പേരെങ്ങനെയാ? അശ്വതി. വീട് എവിടെ? കക്കാട്. പിന്നെ സ്പിന്നിങ്ങിൻ്റെ അടുത്ത്. ശരി. എന്ത് ചെയ്യുന്നു ഇപ്പം? ഒന്നും ചെയ്യുന്നില്ല. ഇനി പേര് പറ. അഞ്ജന. എന്ത് ചെയ്യുന്നു? BSNL എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? അവിടെ CSC വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട്? ഇപ്പോൾ 1 കൊല്ലമായിട്ട്. ഇതിന് ഡ്യൂട്ടി കഴിഞ്ഞോ? കഴിഞ്ഞു. വിഷുവിന് എന്താ പരിപാടി? അല്ല, അങ്ങനെ ചിലപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ടൂർ പോകുന്ന പരിപാടിയുണ്ട്. ടൂർ കഴിഞ്ഞു എവിടെ പോയി? ഇവിടെ ടൂർ എവിടെ പോയത്? മധുരൈ. എപ്പോഴും പോയി? ഇപ്പം വന്നിട്ട് ഒരു 2 ദിവസം 3 ദിവസമായിട്ടില്ല. അപ്പോൾ എത്ര ദിവസം ടൂറായിരുന്നു? 4 ദിവസത്തെ ഫാമിലി ആയിട്ട്. എത്ര പേര് പോയി നിങ്ങൾ? നമ്മൾ ഫുൾ അച്ഛൻ്റെ ഒരു ടീം മൊത്തം പോയതാണ്. തറവാട് ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയി അടിച്ചു പൊളിച്ച്. അതിൽ മറക്കാനാവാത്തൊരു മൂവ്മെന്റ് എന്താണ്ടേ? എന്താ പറയുക, എല്ലാവരും നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. മനസ്സിലൊരു സമാധാനം. ഈ തിരക്കിട്ട ലൈഫിലൊരു ഫ്രീ പാട്ട് DJ ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ എൻജോയ്മെന്റ്. ഡാൻസ് അതൊക്കെ തന്നെ മറക്കാൻ പറ്റാത്തൊരു അങ്ങനെ എത്ര വയസ്സ് ഒരുപാട് ഏജുള്ള ആൾക്കാരുണ്ട്. അതിലേറ്റവും ബാക്കിലോട്ടുള്ള ഒരു 50 അവരെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. നല്ല കാര്യമാണ്. അപ്പോൾ ചെറിയ ചോദ്യം ചോദിച്ചിട്ട് പോവാം, തിരക്കുണ്ടവർക്ക് പെട്ടെന്ന്. ചെറിയ ചോദ്യമാണ്. നമ്മുടെ വിഷുവിൻ്റെ ഭാഗമായിട്ട് 3 പ്രധാനപ്പെട്ട ഘടകമാണ്. ഒന്ന് വിഷുവിൻ്റെ കണി കാണുക, അതാണ് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള സംഭവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് കണി കണ്ടോടെ നമ്മൾ കൈനീട്ടം കൊടുക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ വിഷു കോടി അണിയുക എന്നുള്ള കാര്യം. ഇതിൽ നമ്മൾ നിങ്ങളൊക്കെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സിനോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഏതാണ്? നോക്ക്. ഇവിടെ അറിയില്ല. രക്ഷയില്ല. അപ്പോൾ എന്തായാലും പർച്ചേസിങ് നടക്കട്ടെ. ഓക്കെ. അപ്പോൾ ഒരു ഫാമിലി പർച്ചേസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം സാർ, ഗുഡ് ഈവനിങ്. സുഖമായിരിക്കുന്നു? ഓക്കെ. സാറിൻ്റെ പേര്? മനോജ്. മനോജ് സ്ഥലം വീട് എവിടെ? ഇവിടെ പള്ളിക്കുന്നു.
പള്ളിക്കുന്ന് എടച്ചേരി. എടച്ചേരി മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്താണോ? അടുത്താണ്. അതിൻ്റെ അടുത്താണ്. അവിടുത്തെ ഉത്സവം കഴിഞ്ഞോ? കഴിഞ്ഞ ദിവസം അതിപ്പോഴാണ് ഉണ്ടായത് സാധാരണ ഏത് മാസം? ഫെബ്രുവരി 22. ഇത്തവണ പ്രൗഢഗംഭീരമായ പരിപാടിയായിരുന്നു. നല്ല പരിപാടി. ഇപ്പോൾ ജോലി എന്ത് ചെയ്യുന്നത്? ജോലി സ്പിന്നിങ് ഇല്ല അടച്ചിട്ടുള്ള. അതിപ്പോൾ അടച്ചിട്ട് 10 വർഷം ശരിക്കും? 5 വർഷമായി. 5 വർഷം. പിന്നെ അത് തുറക്കാത്തത് സാമ്പത്തിക പ്രശ്നമെന്ന് പറയാം. അപ്പം ഏകദേശം എത്ര തൊഴിലാളികൾ നമ്മുടെ സ്പിന്നിങ്ങിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? 500 തൊഴിലാളികൾ. അപ്പോൾ അവർക്ക് 500 തൊഴിലാളി ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ നമ്മുടെ ഒരു ദേവദാസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുണ്ട്, ഗായകനാണ്, ആ പാട്ട് പാടുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ നമ്മളെ പോളിഷിൻ്റെ പണിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ എന്തെങ്കിലും ഈ എല്ലാവരും ഓരോ ജോലി പോകുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ആനുകൂല്യം എന്തെങ്കിലും ഈ വിഷു അങ്ങനെയുള്ള സമയത്തൊന്നും കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം ഇപ്പം ഒന്നും കിട്ടിയില്ല. വെൽഫെയറിൻ്റെ ഒരു ചെറിയ പൈസ കിട്ടും, അത്രേ ഉള്ളൂ. നമ്മൾ പിടിച്ചിട്ട് നമ്മൾ അടക്കുന്ന വിധത്തിൽ. തീർച്ചയായും. അപ്പോൾ എന്തായാലും പൂട്ടിക്കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുറക്കുക. കാരണം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തൊഴിലാളികളുടെ ജീവിത പ്രശ്നം കൂടിയാണ്. അപ്പോൾ അത് എത്രയും തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. മാഡം ഇങ്ങോട്ട് വരൂ. ആ, എന്താ മാഡത്തിൻ്റെ പേര്? റീന. ചെന്ന് ചെയ്യുന്നത്? ഞാൻ പള്ളിക്കുന്ന് സ്കൂളിൽ KG ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര വർഷമായിട്ട് പള്ളിക്കുന്ന് സ്കൂളിൽ? ഇപ്പോൾ 3 കൊല്ലം. ഇപ്പം സ്കൂളൊക്കെ പൂട്ടിയല്ലോ. അപ്പം അന്നേരം സ്കൂളിൽ പോകേണ്ടി വരുമോ? ഇല്ല, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പൂട്ടി. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോകണം. ശരി. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. അപ്പം നമ്മുടെ ദിനേശിൻ്റെ ഒരു സമ്മാനമുണ്ട്. അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. വിഷുവിടെ പ്രധാനപ്പെട്ട 3 ഘടകമാണ് നമ്മുടെ വിഷു ആഘോഷമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. 1, നമ്മൾ വിഷുവിടെ കണി കാണുക എന്നുള്ളത്. 2, വിഷുവിന് കൈനീട്ടം കൊടുക്കുക എന്നുള്ളത്. 3, വിഷു കോടി അണിയുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങളാണ് വിഷുവിടെ ഭാഗമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് വിഷുവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യമാണ്, ഒരു ശരീരഭാഗം പേരിലുള്ള വസ്ത്രം ഏതാണ്? ഒരു ശരീരഭാഗത്തിൻ്റെ പേരുള്ള വസ്ത്രം. കൈത്തറി വസ്ത്രം. കൈത്തറി വസ്ത്രമാണോ? കൈത്തറി വസ്ത്രമാണ്. കൈ പർച്ചേസ് കഴിഞ്ഞാ? ഇല്ല. എന്തെടുക്കുന്നത് ഇപ്പോൾ? ബെഡ്ഷീറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താമസിക്കുന്ന എവിടെയായിട്ട് പറഞ്ഞേ? എടച്ചേരി മുത്തപ്പ ക്ഷേത്രത്തിനടുത്താണ്. ഓക്കെ. മാഡം പള്ളിക്കുന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. സാറ് നമ്മുടെ കണ്ണൂർ സ്പിന്നിങ് മില്ല് വർക്ക് ചെയ്താണ്. ഇപ്പോൾ അത് അടച്ചിട്ട് കുറേ ഇപ്പം മറ്റ് എന്തോ ഒഴിച്ചിലും തടവല്ലായി. അത് ശരി. ആരോഗ്യ പരിപാലകനാണ്. അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു സംഭവമാണ്. നമ്മുടെ ജയിലിലൊരു വൈദ്യർ ഉണ്ടായിരുന്നു. അതാ ശരി. അപ്പോൾ ഉഴിച്ചലും പിടിച്ചലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ അറിയപ്പെടുന്നത്? നിങ്ങളെ പറ്റി എന്താ അറിയപ്പെടുന്നത്? ഇപ്പോൾ ഉഴിച്ചല് അല്ല, അത് ബോർഡ് എന്താ വരിക? വൈദ്യൻ തന്നെ അറിയപ്പെടുന്നത്. വൈദ്യര് ഉഴിച്ചല് അല്ല, പേരെന്താ വരിക? പേര് മനോജ് വൈദ്യർ. ഉഴിച്ചല് പിഴിച്ചല് ഒക്കെ ഉണ്ട്. ഈ നമ്മുടെ ശരീരം ഒഴിയാൻ പറ്റിയ മാസം ഏതാ? അല്ല, വീട്ടിൽ നിന്ന് ഭാര്യമാരെ നമ്മൾ പിഴിഞ്ഞേക്കും, അതല്ല. അല്ലാതെ നമ്മളെ ശരിക്കും നമ്മുടെ ശരീരത്തിന് പിഴിച്ചലൊക്കെ നടത്തേണ്ട മാസം കർക്കിടക മാസമാണ് ഏറ്റവും നല്ലത്. കർക്കിടക മാസം വെച്ചാൽ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ സൂര്യപ്രകാശം കുറവായിരിക്കും. അപ്പോൾ വെച്ചാൽ രോഗാണുക്കൾ കൂടും. അപ്പോൾ നമ്മുടെ ശരീരം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉഴിച്ചലും പിഴിച്ചലും നടത്തുക നല്ലതാണ്. അപ്പോൾ പരമാവധി നമ്മൾ കർക്കിടക മാസത്തിൽ മത്സ്യമാംസമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കർക്കിടക കഞ്ഞി പോലെ സംഭവം കഴിച്ച് കർക്കിടക കഞ്ഞിയും കുഴിക്കാം. എത്ര ദിവസം ഈ ഉഴിച്ചൽ? 14 ദിവസമാണ്. 17, 14, 21 അങ്ങനെ 3. ഏജിന്റെ കണക്കിലാണോ ഓരോ ദിവസത്തിന് സംഭവം വരുന്നത്? അല്ലല്ല, അത് ഓരോ ശരീരം നോക്കി 14 ദിവസമാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ 7 ദിവസം ചെയ്യാം. അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ 21 ദിവസം ചെയ്യണം. അപ്പോൾ എന്തായാലും മറക്കണ്ട, മനോജ് വൈദ്യർ പിന്നെ എടച്ചേരി മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ശാരീരികമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സമീപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ചോദിച്ചായിരുന്നു, ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഏതാണ്? കൈത്തറി. അതിൽ കൈ പിന്നെ അവയവുണ്ടോ? കൈ അല്ലേ? കൈത്തറി വസ്ത്രം. ദിസ് കറക്റ്റ് ആൻസർ ആണ്. ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഏതാണ്? ഉത്തരം കൈത്തറി വസ്ത്രമാണ്. അതിൽ കൈയുണ്ട്. കൈ കൊണ്ട് കൈക്കുന്നതുകൊണ്ടാണ് അതിന് കൈത്തറി എന്ന് പേര്. കാരണം പേരിൽ തന്നെ കൈയുണ്ട്. അങ്ങനെ വസ്ത്രമാണ് കൈത്തറി വസ്ത്രം. വാങ്ങിച്ചോ? കൈത്തറി വസ്ത്രമാണോ വാങ്ങിച്ചു? അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയ സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്നൊരു സമ്മാനമുണ്ട്. പിന്നെ ദിനേശിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റാണ് നമ്മുടെ പ്രഥമൻ കൂട്ടാണ്. അപ്പോൾ ഇത്തവണത്തെ വിഷു നമ്മുടെ ദിനേശിൻ്റെ കൂടെ. ഓക്കെ, വാങ്ങിച്ചോളൂ. അപ്പോൾ വിഷുവാശംസകൾ. ഓക്കെ മാഡം, കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങളും പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടും. അപ്പം ഹാപ്പി വിഷു.